ഹലോ ഗൈസ്, നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ലോയർ ക്യാമ്പുള്ള നമ്മുടെ ഫോറസ്റ്റ് ബംഗ്ലാവ് കാണാനായിട്ടാണ് കേട്ടോ. എന്ത് രസമാണോ ഇത്. പെനിക്കുക്കിൻ്റെ മെമ്മോറിയൽ സ്റ്റാച്ചു ഇരിക്കുന്ന ആ ഒരു ബംഗ്ലാവ് കേട്ടോ. ആ ഒരു റൂമിൻ്റെ അകത്താണ്. ഇവിടെ ചുറ്റുപാട് ഇഷ്ടംപോലെ കാണാനുണ്ട് കേട്ടോ. അന്ന് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം പണിതപ്പോൾ ചരക്കുകൾ, അതായത് പണി സാധനങ്ങൾ അങ്ങോട്ട് എത്തിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന ബോട്ടായിരുന്നു കേട്ടോ. ഒരു വലിയ ചരിത്ര സംഭവം തന്നെ. ഇവിടെ വരണം കേട്ടോ, നിങ്ങളൊക്കെ എല്ലാവരും വരണം. നമ്മുടെ മുല്ലപ്പെരിയാറിൻ്റെ ഒരു ചരിത്ര സ്മാരകം തന്നെയാണ്. അപ്പം ഇത് PWD കേട്ടോ. ഇതിപ്പം ഈ സ്മാരകവും ഈ മെമ്മോറിയലും ഒക്കെ നോക്കി നടത്തുന്നത് PWDയുടെ അണ്ടറിലാണ്. അവരിവിടെ കുറച്ച് ജോലിക്കാരെ വെച്ച് മെയിൻറ്റെയിൻ ചെയ്താണ് പോകുന്നത് കേട്ടോ. എല്ലാം നല്ല നീറ്റാണ്. ഓരോ പെനിക്കൊക്കെ ഉപയോഗിച്ചിരുന്ന കസാര അങ്ങനെയുള്ള ഓരോ സാധനങ്ങളും അതിൻ്റെ പരിശുദ്ധിയിലും ഇതിലും എല്ലാം സൂക്ഷിക്കുന്നുണ്ട് കേട്ടോ. ചുറ്റുപാട് നോക്കി ഒരു പാർക്കിൻ്റെ അവരിത് ഒരുക്കിയിരിക്കുന്നത്. പക്ഷേ ഇത് ആർക്കും അധികം അറിയത്തില്ല എന്ന് തോന്നുന്നു. ഞാനും പല പ്രാവശ്യം ഇതിലേ പോയിട്ടുണ്ട്. ഇവിടെ തൊട്ടുണ്ട് മാർബിൾ ഷീറ്റാണ് ഇട്ടിരിക്കുന്നത്. മാർബിൾ ഷീറ്റ് അത് പറയാനൊന്നുമില്ല. ചെടികൾ കൊണ്ട് കുഞ്ഞ് പച്ച പരപരാവന്യം കൊണ്ടും നല്ല കണ്ണിന് കുളിർമയേകുന്നൊരു സംഭവം കേട്ടോ. ഇവിടെ വന്നിരിക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. ഇതിപ്പം നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമെന്ന നമ്മുടെ ജോൺ പെനിക്കുക്കിൻ്റെ ആ ഒരു സ്റ്റാച്ചു ആണ് കേട്ടോ ഇതേ. അപ്പം ഇത് നമുക്ക് ഇപ്പോൾ ഇത് PWDയുടെ അണ്ടറിലാണ് ഈ ബംഗ്ലാവും ഇതിൻ്റെ പരിസരവും വരുന്നത്. അപ്പം ഞാൻ നമ്മുടെ മുല്ലപ്പെരിയാറിൻ്റെ ഒരു മോഡൽ, മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഒരു മോഡൽ കാണിച്ചു തരാം. അപ്പം നമ്മുടെ മുല്ലപ്പെരിയാർ എന്ന ജോൺ പെനിക്കുക്ക് ഉപയോഗിച്ചിരുന്ന ഒരു ചാരു കസേര. ഇതുപോലെ തന്നെ അന്ന് മുല്ലപ്പെരിയാർ പണിതപ്പോൾ ഈ സാധനങ്ങൾ പണിയാനുള്ള സാധനങ്ങൾ വേണമായിരുന്നല്ലോ. അപ്പോൾ അത് കൊണ്ടുവരാൻ ഉപയോഗിച്ചിരുന്ന വള്ളം, ബോട്ട്, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതാണ് ഞാൻ അവിടെ കാണിച്ചു തന്ന ചെയർ. ഇതൊന്നും ചേട്ടാ ഡാം വർക്കാകുന്നതിന് മുമ്പുള്ള ഇത് നമ്മുടെ ഡാം, മുല്ലപ്പെരിയാർ ഡാം പണിയുന്നതിന് മുമ്പുള്ളതാണ്. ഇത് തമിഴ്നാട്ടിൽ അന്ന് ഈ ഗൂഡല്ലൂരിൽ അങ്ങോട്ട് കയറി പോകുന്നേ മുല്ലപ്പെരിയാർ തന്നെ ചെറുത്. അതിന് പറയുന്നത് എന്നോട് ബേബി ഡാം. ഇത് നമ്മുടെ ബേബി ഡാം കേട്ടോ. മുല്ലപ്പെരിയാറിൻ്റെ ബേബി ഡാം. അതോ ചേട്ടാ ഇത് അപ്പോൾ ജവഹർലാൽ നെഹ്റു വിസിറ്റ് PM ഡിസംബറിൽ നമ്മുടെ നെഹ്റു വിസിറ്റ് ചെയ്തത് കേട്ടോ മുല്ലപ്പെരിയാർ ഡാം 1952. ശരി. ഇതോ ഇത് അത് ഡാമിക്ക് മണ്ണെടുത്ത ഇടം. ഇത് ഡാമിന്റെ മണ്ണെടുത്ത സ്ഥലമാണ് നമ്മുടെ പാറമട അതാണ് ഇത്. ഇത് ഡാം ബേബി ഡാം. ഇത് ബേബി ഡാമേ. ഇത് കട്ടി മുടിച്ചത് 1895 നമ്മുടെ ഡാം കെട്ടി തീർന്നപ്പോൾ എടുത്ത ഫോട്ടോയാണ് കേട്ടോ ഇത്. ഇതോ ഇത് നമ്മുടെ ബോട്ടിങ് നടക്കുന്ന തേക്കടി ബോട്ടിങ് നടക്കുന്ന സ്ഥലമാണ് കേട്ടോ. നമ്മുടെ തേക്കടിയുടെ ബോട്ടിംഗ് ലൈനിൻ്റെ അവിടെയാണ്. സുണ്ണാമ്പ് കല്ലായിട്ടില്ല.
പഴയ അതെടുത്ത ഇടം ഇവിടെ ഉണ്ട് ലോയർ ക്യാമ്പിന്റെ ഉണ്ട്. അന്ന് സിമെന്റ് ഇല്ല, സിമെന്റ് ഇല്ല, ഈ ചുണ്ണാമ്പ് കല്ല് ചുണ്ണാമ്പ്. ഓ ശരി. ഇതന്ന് നമുക്ക് ഈ ചുണ്ണാമ്പ് കല്ലൊക്കെ വെച്ചിട്ട് പശ സിമെന്റ് ഇല്ലായിരുന്നല്ലോ, ആ ചുണ്ണാമ്പ് കല്ലെടുത്ത കേട്ടോ. ഇത് ലോവർ ക്യാമ്പിൽ നിന്നാണേ. ഇത് ലേബർ ഷോയുടെ ഇത് ലേബർ ഷെഡ്. ഓ ഇത് പണിക്കാരൊക്കെ താമസിക്കുന്ന ആ ഷെഡാണ് കേട്ടോ, ലേബർ ഷെഡായിരുന്നു. ഇത് നമ്മുടെ ഡാമിന്റെ റീസെന്റ് ആയിട്ടുള്ള മുല്ലപ്പെരിയാറിന്റെ പുതിയ റീസെന്റ് ഫോട്ടോ ആണിത്. ഇതാണ് ബോട്ടായിട്ടുള്ളത്. ഇതാണ് നമ്മുടെ മുല്ലപ്പെരിയാർ പണിയാൻ നേരം സാധനങ്ങൾ എത്തിച്ചുകൊണ്ടിരുന്ന ബോട്ട്. അന്നത്തെ കാലത്ത് പണി സാധനങ്ങളൊക്കെ എത്തിച്ചുകൊണ്ടിരുന്ന ബോട്ടല്ലേ. അതെ. ഇത് നമ്മുടെ അവിടുത്തെ വനവല്ലേ, ഇത് ക്വാറി ആയിട്ടില്ല. ക്വാറി അത് ഞാൻ ആദ്യം കാണിച്ചല്ലോ. ആ ക്വാറി അതിന്റെ എല്ലാം നിന്നോട്ടുള്ളതാണ്. ഇതാരൊക്കെയാ ചേട്ടാ? ഇതാണ് നമ്മുടെ പെന്നിക്കോക്ക്, നമ്മുടെ ഡാം പണിത് മഹാനായ വ്യക്തി. ഈ പുള്ളിയായി കൂടല്ലൂർ പേയത്തേവനായി മുഖ്യ പുള്ളിയായി ഇവിടെ ഇടം കൊടുത്ത് അങ്ങ് അവർ ഇടം കൊടുത്താൽ പേരെന്നാ? പേയത്തേവൻ. പേയത്തേവൻ ഈ വ്യക്തിയാണ്, ഈ മഹാനായ വ്യക്തിയാണ് അവിടെ സ്ഥലം കൊടുത്തത് അല്ലേ? സ്ഥലം കൊടുത്ത് ഹെൽപ്പ് ഈ ഡാം പണിയാനായിട്ടുള്ള ഹെൽപ്പും ഈ പെനിക്കുക്കിന് ചെയ്ത ആളാണ് അദ്ദേഹം കൂടല്ലൂരുകാരനാണ്. ഇതൊക്കെ അപ്പോൾ ഇരുന്ന മിനിസ്റ്റേഴ്സും ആൾക്കാരും ആ സമയത്തിരുന്ന ഭരണാധികാരികളും കാര്യങ്ങളൊക്കെയാണ് ഇവിടുത്തെ ഇവര്. 1893 അവരോട് എൻ്റെ ഹൗസായി കുടിയിരിക്കും. പെനിക്കുക്കിന് താമസിച്ചുകൊണ്ടിരുന്ന ബംഗ്ലാവ് അതാണ് കേട്ടോ, ലിവിംഗ് ഹൗസ്. ഇപ്പൊ വെളിയിലേക്ക് ഇറങ്ങി പോവാ. ഇവിടെ തൊട്ടുണ്ട് മാർബിൾ ഷീറ്റാണ് വിരിച്ചിരിക്കുന്നത്. മാർബിൾ ഷീറ്റ് അത് പറയാനൊന്നുമില്ല. ചെടികൾ കൊണ്ട് പുല്ല് പച്ച പരവതാവണിയും കൊണ്ടും നല്ല കണ്ണിന് കുളിർമയേകുന്നൊരു സംഭവം കേട്ടോ. ഇവിടെ വന്ന് ഇരിക്കാനൊക്കെ നല്ലതാണ് കേട്ടോ.